സംസ്ഥാനത്തെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിന് ഇന്ന് 56 വയസ്സ്. 1969 ഏപ്രിലിൽ ഇതേ ദിവസമാണ് RSS സ്വയം സേവകനായ വാടിക്കൽ രാമകൃഷ്ണനെ കൊലപ്പെടുത്തിക്കൊണ്ട് കണ്ണൂരിൽ CPM രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള CPMകാരായിരുന്നു വാടിക്കൽ രാമകൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിപട്ടികയിലുണ്ടായിരുന്നത്. മിഥുൻ പിള്ള ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, കറുത്ത ദിവസത്തെക്കുറിച്ച്. വീണ, നമുക്കറിയാം സംസ്ഥാനത്തെ രാഷ്ട്രീയ കൊലപാതകത്തിലെ ആദ്യത്തേതാണ് കണ്ണൂരിലെ വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശാഖാ മുഖ്യശിക്ഷകായിരുന്ന വാടിക്കൽ രാമകൃഷ്ണനെ ഏതാണ്ട് 56 വർഷം മുമ്പ് ഇതേ ദിവസമാണ് CPMകാർ പതിയിരുന്ന് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്ന് ആ കൊലപാതക കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായിരുന്നു ഇപ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിന്നീട് ഭരണ സ്വാധീനവും ഇടതുപക്ഷത്തിന്റെ സ്വാധീനവും ഒക്കെ കൊണ്ട് തന്നെ ആ കേസിൽ നിന്ന് പിണറായി വിജയൻ അടക്കം മോചിതനായെങ്കിൽ പോലും ആ കൊലപാതകം നടത്തിയത് CPM ആണെന്ന സത്യം മറയുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം ആ 1959 ആ ഒരു കൊലപാതകത്തിന് ശേഷം അവിടുന്ന് ഇങ്ങോട്ട് ഈ 56 വർഷത്തിനുള്ളിൽ നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് CPM കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയിട്ടുള്ളത്. അതിൽ RSS BJP പ്രവർത്തകർ മാത്രമല്ല, ഇതര രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകർ വരെ CPMന്റെ കൊലക്കത്തി രാഷ്ട്രീയത്തിന് ഇരയായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ കണ്ണൂരിൽ ഈ 56 വർഷത്തിനുള്ളിൽ തന്നെ 200-ലേറെ സ്വയംസേവകരാണ് CPMന്റെ കൊലക്കത്തി രാഷ്ട്രീയത്തിന് ഇരയായത്. വർഷങ്ങൾക്കിപ്പുറം ആ ഒരു കൊലപാതകത്തിൽ പ്രതിയായിരുന്ന ആൾ തന്നെയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. നമുക്കറിയാം രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ഇത്രയേറെ ആളുകൾ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ ഇരകളായിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെ സംശയമാണ്. ആശയം കൊണ്ട് നേരിടാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അത് ആയുധത്തിലേക്ക് വഴിമാറുന്ന ഒരു രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ചത് കേരളത്തിൽ CPM ആണ് എന്ന ഏറ്റവും വലിയ ദൃഷ്ടാന്തം തന്നെയാണ് വാടിക്കൽ രാമകൃഷ്ണന്റെ ഈ ഒരു കൊലപാതകത്തിലൂടെ പതിറ്റാണ്ടുകൾക്കിപ്പുറവും തെളിയുന്നത്. ഏതായാലും ആ കൊലക്കത്തി രാഷ്ട്രീയത്തിന് കണ്ണൂരിന് അല്പമെങ്കിലും ഒരു സമാധാനം ഉണ്ടായ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ എപ്പോഴും രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്ന മനുഷ്യരുടെ ഒരു സമാധാനം പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അല്പം ഒരു ആശ്വാസം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി വന്നിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. മറ്റൊന്ന്, ഈ രാഷ്ട്രീയ എതിരാളികളെ കൊലപ്പെടുത്തുക മാത്രമല്ല, അവരുടെ ജീവിതോപായം വരെ നശിപ്പിച്ചുകൊണ്ട്, അവരെ ജീവിതോപാധി വരെ നശിപ്പിച്ചുകൊണ്ട്, അവരുടെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട്, അത്തരത്തിൽ വളരെ മോശമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് അല്പമെങ്കിലും ഒരു മാറ്റം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. ഏതായാലും വളരെ നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടന്നിപ്പോൾ 56 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. കേരളത്തിലെ എന്ന് മാത്രമല്ല രാജ്യത്തെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം എന്നുകൂടി വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം അത്രയേറെ നിഷ്ഠൂരമായിട്ടാണ് കൊന്നത്. അന്ന് ആ ഒരു കൊലപാതകത്തെ ആദ്യം CPM അംഗീകരിച്ചിരുന്നില്ലെങ്കിൽ പോലും പിന്നീട് ഈ വാടിക്കൽ രാമകൃഷ്ണനെ കൊന്നത് തങ്ങളാണെന്ന് P ജയരാജൻ അടക്കം പറയുന്നൊരു സാഹചര്യമുണ്ട്. അത് ഏറ്റുപറയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം, അതായത് ഈ കൊലപാതകം നടന്ന് വർഷങ്ങൾക്ക് ശേഷം തങ്ങൾ തന്നെയാണ് ഇത് നടത്തിയെന്നൊരു തുറന്നു പറച്ചിലാണ് അവർ അതിലൂടെ നടത്തിയത്. മാത്രമല്ല, അന്ന് ഈ കൊലപാതകം നേരിട്ട് കണ്ട ആളുകൾ പിന്നീട് വന്നിട്ട് പറയുകയുണ്ടായി, കൽമഴുകൊണ്ട് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ഈ വാടിക്കൽ രാമകൃഷ്ണനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത് തങ്ങൾ കണ്ടു എന്നാണ് അവർ പറഞ്ഞത്. അത്രയേറെ ഒരു പ്രത്യക്ഷമായി നടന്നൊരു കൊലപാതകമാണ്. പക്ഷേ എന്തുകൊണ്ടോ CPMന്റെ ഭരണ സ്വാധീനം അടക്കം ഉള്ളതുകൊണ്ടോ ഈ പ്രതിപട്ടികയിൽ നിന്ന് ഉൾപ്പെടെ പിണറായി വിജയൻ അടക്കമുള്ള പ്രതികളെ വെറുതെ വിടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ആ ഒരു കൊലപാതകത്തിന്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന അന്തരീക്ഷത്തിൽ കൂടി തന്നെയാണ് ഇപ്പോഴും കണ്ണൂർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വീണ. യെസ്, ശരി മിഥുൻ.